Hi, Dr. Archana here. Today, let's talk about a highly demanded professional course that is BSc Medical Imaging Technology or Radiology. ഇതെന്ന് പറഞ്ഞാൽ എലൈറ്റ് ഹെൽത്ത് സയൻസിൽ വരുന്ന 3+1 ഇയർ കോഴ്സാണ്. ഇതിപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ റേഡിയോഗ്രാഫ്സ് അതുപോലെ തന്നെ സ്കാനിങ് ഡിവൈസസിനെ കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സ്റേ, MRI സ്കാൻ, CT സ്കാൻ, PET സ്കാൻ, അൾട്രാസൗണ്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പം ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പേർപ്പസസ് ഒക്കെ വേറെയാണ്. കുറേ സ്കാനിങ് ഡിവൈസസ് ഉണ്ട്, അതിൻ്റെ ഒക്കെ പേർപ്പസ് യൂസസ് ഒക്കെ വേറെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എക്സ്റേ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോൺസ് അതുപോലെ തന്നെ ഫ്രാക്ചേഴ്സ് അതൊക്കെയാണ് ഒന്നും കൂടി മനസ്സിലാവുക. അതുപോലെ തന്നെ ഇപ്പം MRI സ്കാൻ എന്ന് പറയുമ്പം ഇപ്പം മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഇഞ്ചുറിയാണ് ACL ടിയർ അല്ലേ. അപ്പം അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർജറീൻ്റെ മുന്നേ ആയിട്ട് ലിഗമെന്റ്സും അതിൻ്റെ ഒക്കെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതേപോലെ സോഫ്റ്റ് ടിഷ്യൂസ് എങ്ങനെയാണെന്നാണ് ഉള്ളത്. അപ്പം അതിനാണ് നമ്മൾ MRI സ്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആക്സിഡന്റ് കേസസ് ഒക്കെ വരുമ്പം നമുക്ക് ഈ ട്രോമയൊക്കെ വരുമ്പോൾ നമ്മൾ CT സ്കാൻ, നമ്മുടെ ബ്രെയിനിനെ കുറിച്ചുള്ള അതാണ് അതിൽ വരുന്നത്. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്കാനാണ് PET സ്കാൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വെച്ചാൽ ഇപ്പം ഇതുവരെ പറഞ്ഞത് 2D 3D സ്ട്രക്ചർ ആണ്. ഇതെന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാനിങ് ഡിവൈസ് ഉപയോഗിച്ചിട്ട്. അതായത് ഇപ്പം നമുക്ക് ക്യാൻസർ ഡിറ്റക്ഷനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കാനാണ്. പിന്നെ നമുക്ക് വരുന്നത് അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നന്റ് ലേഡീസ് അതുപോലെ തന്നെ എബ്ഡോമൻ സ്കാൻസ്, പിന്നെ ഇപ്പോൾ ഹാർട്ടിൽ എക്കോ ടെസ്റ്റ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെയാണ് അൾട്രാസൗണ്ടിൽ വരുന്നത്. ഇങ്ങനത്തെ കുറേ സ്കാനിങ് ഡിവൈസസിനെ കുറിച്ചാണ് നമുക്ക് ഈ കോഴ്സിൽ പഠിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അസുഖം നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഈ സ്കാനിങ് ഡിവൈസസിൻ്റെ അത്രയും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഹെൽത്ത് കെയറിൽ ഇതിൻ്റെ ഒരു സ്കോപ്പ് കൂടി വരുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനത്തെ സ്കാനിങ്, അതായത് വലിയ മെഷീനറിയും അതുപോലത്തെ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസിനെ കുറിച്ച് നമ്മൾ ഇനി ജോലി എന്ന് വെച്ചാൽ അതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ അതിൽ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടണം. അപ്പോൾ ഇങ്ങനത്തെ നല്ല ഹോസ്പിറ്റൽ, അതായത് നല്ല കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ട്രെയിനിങ് ഉള്ള കോളേജസ്, അതുപോലെ തന്നെ ഏതാ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ അറിയണമെങ്കിൽ കോൺടാക്ട് അസ്.